മലമ്പുഴ ഹോർട്ടിക്കൾച്ചർ നഴ്സറിയിൽ വ്യാപകമായ അഴിമതിയെന്ന് ഹൈക്കോടതി അഭിഭാഷകനായ മുരളീകൃഷ്ണൻ. അഴിമതി മേലധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയില്ല. ഇതിനൊരു ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ മലമ്പുഴ ഫാമിലെ സ്ഥിരം തൊഴിലാളികളായ ചില വ്യക്തികളും ഈ മലമ്പുഴ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളായിട്ടുള്ള കുറച്ച് കർഷകരും എന്നെ സമീപിക്കുകയും ഇവിടെ നടക്കുന്ന ചില അഴിമതികളെ സംബന്ധിച്ച് ഒരു സമഗ്ര അന്വേഷണം നടത്തുവാനുള്ള നിയമ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ സമീപിച്ചത്. പക്ഷെ അതിനെ തുടർന്ന് ഞാൻ മേലധികാരികളുമായിട്ടും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പല പരാതികളും ഇതിനു മുൻപും ഈ ഫാമിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിലും തുടർ നടപടികളില്ലാതെ ആ പരാതികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു പോയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഇത് വിധേയമാക്കണം എന്ന ഒരു വിചാരം എനിക്ക് അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഭിഭാഷകന് കോടതിയിൽ പോയി ഒരന്വേഷണത്തിന് ഉത്തരവ് മേടിക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനുള്ള തുടക്കം ഇടുന്നതിന് മുൻപായിട്ട് ഒരു പ്രീ ലിറ്റിഗേഷൻ മൂവായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കാരണം ഒരു ഫലപ്രദമായ അന്വേഷണം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നത്. അഴിമതിയുടെ വ്യാപ്തിയറിഞ്ഞത് സ്ഥിരം തൊഴിലാളികളിൽ നിന്നാണെന്നും മുരളീകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് വരെ നല്ല നിലയിൽ പ്രവർത്തിച്ച ഹോർട്ടിക്കൾച്ചറിൽ ഇപ്പോൾ നടക്കുന്നത് ക്രമക്കേടും കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. ഇതിനു പിന്നിൽ ചില ഉദ്യോഗസ്ഥരാണ്. ഫാം ഓഫീസർ തസ്തികയിൽ ആളില്ലാതിരുന്ന കാലത്തെ ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഫാം ഓഫീസറായി ചുമതലയേറ്റ മഞ്ജുഷയാണ്. മഞ്ജുഷ ഫാം ഓഫീസറായിരുന്ന 2024 ഡിസംബർ മുതൽ 2026 മാർച്ച് വരെ 1 കോടിയോളം രൂപ ലാഭമുണ്ടാക്കി. ഇവർ സ്ഥലം മാറ്റപ്പെട്ടതോടെ ക്രമക്കേട് ആരംഭിച്ചു. വിത്തുവാങ്ങൽ, തൈവിൽപ്പന, നിലമൊരുക്കൽ, വളം വാങ്ങൽ തുടങ്ങിയവയിലെല്ലാം അഴിമതിയുണ്ടെന്നായിരുന്നു മുരളീകൃഷ്ണന്റെ ആരോപണം. UTV ന്യൂസ്, പാലക്കാട്.